മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. മൂന്നാർ നയമക്കാട് എസ്റ്റേറ്റ് വഴിയിലൂടെ സിമന്റ് കയറ്റി വന്ന ലോറി പടയപ്പ തടഞ്ഞു. രാവിലെ 8:30-യോടെയാണ് സംഭവം. കാട്ടാന എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് നയമക്കാട് എസ്റ്റേറ്റിലേക്ക് പടയപ്പ എന്ന കാട്ടാന എത്തിയത്. രാവിലെ 8:30-യോടുകൂടിയാണ് ഈ ലോറി തടഞ്ഞ സംഭവം ഉണ്ടായത്. തമിഴ്നാട്ടിൽ നിന്ന് സിമന്റ് കയറ്റി വന്ന ലോറിയാണ് ഈ നയമക്കാട് എസ്റ്റേറ്റ് റോഡിൽ വെച്ച് പടയപ്പ തടഞ്ഞത്. 1 മണിക്കൂറോളം ആന ആ ലോറിക്ക് മുൻപിൽ വട്ടം നിന്നു. മുൻപോട്ടോ പുറകോട്ടോ എടുക്കാൻ അനുവദിക്കാതെ വാഹനത്തിൽ തടസ്സമായി ഇങ്ങനെ നിന്നു. പക്ഷേ വാഹനത്തിന് കേടുപാട് വരുത്തുകയോ അല്ലെങ്കിൽ ആ ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് അതുവഴി ജീപ്പിലെത്തിയ തോട്ടം തൊഴിലാളികൾ പകർത്തിയ ദൃശ്യങ്ങളാണിത്. ആ തോട്ടം തൊഴിലാളികൾ ഒച്ചയുണ്ടാക്കുകയും അതുപോലെ തന്നെ ആനയോട് കയറിപ്പോകാൻ പറയുകയും ചെയ്ത സമയത്ത് ആ റോഡിൽ നിന്ന് മാറി അത് തോട്ടത്തിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ ആന ഈ നയമക്കാട് എസ്റ്റേറ്റ് മേഖലയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. എന്നിരുന്നാലും ആന അവിടെ തുടരുന്നത് ഈ തോട്ടം തൊഴിലാളികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വനം വകുപ്പാണ് ഇനി ശാശ്വതമായൊരു നടപടി സ്വീകരിക്കേണ്ടത്. ആനയെ സ്ഥിരമായി വനത്തിൽ നിർത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളത് നാട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.